ഹായ്. ഈ ഓരോ ടാറ്റൂസും ഞാൻ ചെയ്യുമ്പോൾ അത് എന്തെങ്കിലും ഒരു പാഠം തരാറുണ്ട്. മിക്കപ്പോഴും ഓരോ ടാറ്റൂവിലും ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. അത് അത് റിയലൈസ് ചെയ്ത് അടുത്ത ടാറ്റൂവിൽ ചെയ്യുമ്പോൾ അത് കവർ ചെയ്യും. അത് എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടുപിടിച്ച് അത് ക്ലിയർ ചെയ്തെടുക്കും. അങ്ങനെയാണ് കഴിഞ്ഞ 4 കൊല്ലമായിട്ട് എൻ്റെ വർക്കിൽ ഒരു പുരോഗതി ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോഴും ഒരു കംപ്ലീറ്റ് ടാറ്റു ആർട്ടിസ്റ്റ് ആയെന്ന് കരുതുന്നില്ല. ഇപ്പോഴും ഇത്തരം മിസ്റ്റേക്കുകൾ ചെയ്തും അത് ക്ലിയർ ചെയ്തും തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ അടുത്ത് എനിക്ക് വേറൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. ഞാൻ പൊതുവേ എൻ്റെ അടുത്ത് വരുന്ന ക്ലയൻസിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ശരീരത്തിൽ ഏതെങ്കിലും ഭാഗത്ത് ആൾറെഡി ഒരു ടാറ്റു ഉണ്ടെങ്കിൽ അതിലെന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞു കൊടുക്കും. അത് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഒരു റീസൺ, അവർക്ക് ആ ഒരു റിയലൈസേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതുവരെ അടുത്തൊരു ടാറ്റുവിന് ഒരു ആർട്ടിസ്റ്റിനെ തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് അവരുടെ വർക്ക് വിലയിരുത്തി ഇയാളുടെ ക്വാളിറ്റി വിലയിരുത്താൻ പറ്റും. അതോടൊപ്പം അവർക്ക് അറിയാവുന്ന ആൾക്കാരുടെ ശരീരത്തിലുള്ള ടാറ്റുകളുടെ മിസ്റ്റേക്കുകൾ പറഞ്ഞു കൊടുത്ത് ആ ഒരു അറിവുണ്ടല്ലോ, ഇത് മിസ്റ്റേക്കാണ്, ഇത് ക്വാളിറ്റിയാണ് എന്നൊരു അറിവ് കുറച്ച് ആൾക്കാർക്ക് കൂടി സ്പ്രെഡായിട്ട് ഈ ഒരു ഫീൽഡ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരും. അതോടൊപ്പം മറ്റൊരു റീസൺ കൂടിയുണ്ട്. അത് ഞാൻ സ്വയം തന്നെ ഒരു ചലഞ്ച് കൊടുക്കുന്നതാണ്. ഞാനൊരു മിസ്റ്റേക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ മിസ്റ്റേക്ക് ഒരിക്കലും എൻ്റെ വർക്കിൽ വരാൻ പാടില്ല എന്നുകൂടി ഞാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ സ്വയം അങ്ങനെ ഒരു ചലഞ്ച് കൊടുക്കുന്നത് കൂടിയാണ്. അപ്പോൾ എൻ്റെ കോൺസെൻട്രേഷൻ മാറത്തില്ല, അവർക്ക് തന്നെയായിരിക്കും കോൺസെൻട്രേഷൻ. ഇതാണ് മെയിൻലി അങ്ങനെ ചെയ്യുന്നതിൻ്റെ കാര്യം. പക്ഷേ ഒരു ക്ലയൻറ്റ് എനിക്ക് മറ്റൊരു രീതിയിലൊരു തിരിച്ചറിവ്, ഇത് എത്രമാത്രം മിസ്റ്റേക്കാണെന്നുള്ള തിരിച്ചറിവ് തന്നു. അതെന്താണെന്ന് വെച്ചാൽ, ഇയാൾ മുന്നേ എൻ്റെ അടുത്ത് വന്ന് ടാറ്റു ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ അന്ന് വരുമ്പോൾ അയാളുടെ കയ്യിലൊരു വലിയൊരു വർക്കുണ്ട്. പക്ഷേ അത് വളരെ മോശം വർക്കാണ്. ആരോ പഠിച്ച ആ ഒരു രീതിയിലാണ് എനിക്ക് മനസ്സിലായത്. കാരണം അതിൻ്റെ ഒരു ക്ലാരിറ്റിക്ക് അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്കത് മനസ്സിലായി. ഞാനത് അയാൾക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അയാൾ പറഞ്ഞു, ഇതിലിങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഞാനിത് നല്ല വർക്കെന്നാണ് വിചാരിച്ചത്. നിങ്ങൾ പറയുമ്പോഴാണ് ഈ മിസ്റ്റേക്കുകളൊക്കെ തോന്നുന്നത്. ഇതുവരെ ആരും മിസ്റ്റേക്കുകളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ അയാൾ ചെറിയ വർക്കാണ് ചെയ്തത്. അപ്പോൾ അന്ന് പിന്നീട് വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ സംസാരിച്ച ആ വർക്കൊക്കെ നോക്കി ഐ എം സാറ്റിസ്ഫൈഡ്. ഞാൻ പ്രൗഡായിട്ട് ഇങ്ങനെ ചെയ്യാം. 100 രൂപയ്ക്ക് ഒരു സാധനം കിട്ടിയത് 10 രൂപയ്ക്ക് മേടിക്കാൻ, 10,000 രൂപയ്ക്ക് ഒരു സാധനം കിട്ടിയത് അത് വെളിയിൽ 20,000-ന് കിട്ടുകയാണെങ്കിലും അതൊരു 1,000 രൂപയ്ക്ക് 5,000 രൂപയ്ക്ക് മേടിച്ചെടുക്കാനുള്ള ഒരു ത്വര ഉണ്ടല്ലോ. അതുപോലെ ഇയാൾ എൻ്റെ അടുത്ത് ബാർഗെയിൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേറെ സ്ഥലത്തൊക്കെ റേറ്റ് അറിയാം, ഞാൻ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് റേറ്റ് മേടിക്കുന്നതിൽ താഴ്ത്താൻ എനിക്കറിയില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ വേറെ ടാറ്റു ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് റേറ്റ് കുറച്ച് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു യെസ് അതറിയാം, അന്ന് ആ വർക്കിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞു തന്നല്ലോ. അത് കഴിഞ്ഞിട്ട് ഒരു വർക്ക് നിങ്ങൾക്ക് ചെയ്ത് എൻ്റെ ക്വാളിറ്റി ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി അത് കണ്ടിട്ട് എൻ്റെ അടുത്ത് ബാർഗെയിൻ ചെയ്യാൻ നിൽക്കുന്ന വളരെ ശരിയല്ല എന്ന് പറയുമ്പോൾ ഇയാൾ പറയുന്നു, അത് പൊതുവെ അങ്ങനെയാണല്ലോ, നിങ്ങൾ മറ്റുള്ള വർക്ക് കാണുമ്പോൾ അതിനെ കുറ്റം പറയും, അയാൾ നിങ്ങളെ വർക്ക് കാണുമ്പോൾ അതിനെ കുറ്റം പറയും, അത് പൊതുവെ ഉള്ളതാണല്ലോ. ഞാൻ ഒരു 2 സെക്കൻഡ് ഇങ്ങനെ ഇരുന്ന് പോയി. ആക്ച്വലി അങ്ങനെ ഒരു ആംഗിൾ ഉണ്ട് എന്നത് ഞാൻ അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. ഈ കടയിൽ നിന്ന് മുട്ടായി മേടിക്കാൻ പോകുന്ന ലാഘവത്തോടെ ടാറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. അവർക്ക് ഈ ക്വാളിറ്റിയെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു കഴിവില്ല. അപ്പോൾ അത്തരമുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അവർ തീർച്ചയായും ഇങ്ങനെ വിചാരിക്കത്തുള്ളൂ, ഞാനെന്തോ എൻ്റെ ബിസിനസ് നല്ലതാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കടയിലെ സാധനങ്ങൾ നല്ലതും അപ്പുറത്തെ കടയിലെ മോശം. പൊതുവെ ഹോട്ടലുകാരൊക്കെ അങ്ങനെ പറയാറുണ്ടല്ലോ, അവിടുത്തെ ബിരിയാണി മോശം, ഇവിടുത്തെ ബിരിയാണി നല്ലതാണ്, നിങ്ങൾ തിന്നോ. അതുപോലെ ആണെന്നായിരിക്കും അയാൾ വിചാരിച്ചത്. പക്ഷേ അത് ഭയങ്കര ഒരു തിരിച്ചറിവായിരുന്നു. പക്ഷേ അന്ന് ഞാൻ ഒരു തീരുമാനം എടുത്തു, ഇനി പരിപാടിയില്ല, വരിക, നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുക, അയാൾക്ക് തലയിൽ മൂളം ഉണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കട്ടെ, അല്ലെങ്കിൽ പോട്ട്. ഈ ഒരു രീതിയിലാണ് പിന്നീട് ഞാനിപ്പോൾ വർക്കുകൾ എടുക്കുന്നത്. എനിക്ക് ഈ എക്സ്പീരിയൻസിൽ നിന്ന് വന്നതാണ്, നമുക്ക് എന്ത് പറയാനുണ്ടോ അത് പറയുമ്പോൾ ആ പറയുന്നത് കേൾക്കുന്ന വ്യക്തി അത് മനസ്സിലാക്കാൻ, നമ്മൾ പറയുന്ന രീതിയിൽ അത് മനസ്സിലാക്കാനുള്ള മൂളമുള്ള ആൾക്കാരുടെ അടുത്ത് അത് പറയാവൂ എന്നൊരു പാഠം ഞാനിന്ന് പഠിച്ചു. വലിയൊരു തിരിച്ചറിവായിരുന്നു ലൈഫിൽ. താങ്ക് യു ഫോർ ലിസണിങ്.